ഷാലോം ടി വിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും മർത്ത ആൻഡ് മേരി എന്ന പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ദിവ്യകാരുണ്യ ആരാധനയിൽ നിന്ന് ശക്തി സംഭരിച്ച് അശരണരിലേക്കും ആലംബഹീനരിലേക്കും ഈശോയുടെ സ്നേഹം എത്തിക്കുന്ന ആരാധനാ സഭാ സമൂഹത്തിലെ മാനന്തവാടി പ്രൊവിൻസിലെ സിസ്റ്റർ സെലിൻ കൊത്തുകല്ലിങ്കലാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. സിസ്റ്ററിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വയനാട് ജില്ലയിലെ മാനന്തവാടി പട്ടണത്തിൽ പാവങ്ങൾക്ക് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട സന്യാസിനി ദിവ്യകാരുണ്യനാഥനെ ഹൃദയത്തിൽ പൂജിച്ച് അവഗണിക്കപ്പെടുന്ന അഗതികളായ മനുഷ്യജീവിതങ്ങളിലേക്ക് കാരുണ്യത്തിൻ്റെ കരസ്പർശവുമായി കടന്നു ചെല്ലുന്ന സിസ്റ്റർ സെലിൻ SABS. മാനന്തവാടിയുടെ തെരുവോരങ്ങളിൽ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയവർക്കും നിസ്സഹായരായ രോഗികൾക്കും ആദിവാസി കുടിലുകളിൽ ഒറ്റപ്പെട്ടു കഴിയുന്നവർക്കും സാന്ത്വനമേകുന്ന ശുശ്രൂഷകളിലൂടെ സിസ്റ്റർ സെലിൻ കടന്നു പോകുമ്പോൾ കാരുണ്യത്തിൻ്റെ അലയൊലികൾ നമ്മുടെ ഹൃദയങ്ങളെയും ദീപ്തമാക്കും. സ്നേഹത്തിൻ്റെ ദൂതു പകർന്ന് അനേക ഹൃദയങ്ങളെ കീഴടക്കി കടന്നു പോകുന്ന സിസ്റ്ററിൻ്റെ ജീവിത വഴികളിലൂടെ നമുക്കും യാത്ര ചെയ്യാം. സിസ്റ്റർ ഒരു മനുഷ്യൻ്റെ സമഗ്ര വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് സ്കൂൾ മുതൽ ഹോസ്പിറ്റൽ വരെ സിസ്റ്റർ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. ഒത്തിരി പേരുടെ ആത്മാവ് രക്ഷിച്ചു, സ്വർഗസന്നിധിയിൽ എത്തിച്ചു. പത്രമാധ്യമങ്ങളിലൂടെ ഞാൻ വായിക്കുകയുണ്ടായിട്ടുണ്ട് സിസ്റ്ററിൻ്റെ തെരുവിലുള്ള ഒത്തിരി പ്രവർത്തനങ്ങളെക്കുറിച്ച്. തെരുവിലേക്ക് സിസ്റ്റർ ഇറങ്ങി പ്രവർത്തിച്ച ആ ശുശ്രൂഷ മേഖലയെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? തെരുവിലേക്കും കൂടെ പോകാനുള്ള ഒരു കാരണമുണ്ട്. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന് 5-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ. കാരണം ഈ ഭൂമിയിലെ സമയം, ആയുസ്, ജീവിതം വായുവേഗത്തിൽ കടന്നു പോവുകയാണ്. അപ്പോൾ ആശുപത്രിയിലെ മാത്രം ഇങ്ങനെ ചെയ്താൽ പോരാ, സ്കൂളിലത്തെ മാത്രം ഇങ്ങനെ ചെയ്താൽ പോരാ. അങ്ങനെയുള്ള ചിന്ത എൻ്റെ മനസ്സിൽ ശക്തമായിട്ട് ഗ്രസിക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ പുറത്ത് നോക്കുമ്പോൾ അനേകം പേരിങ്ങനെ ദൈവത്തെ അറിയാം, പാപത്തിൽ മുഴുകി ജീവിക്കുന്നവർ, അത് കുട്ടികളെന്നോ മുതിർന്നവരെന്നോ യുവജനങ്ങളെന്നോ ഭേദമെന്യേ അനേകം പേരെ കണ്ടുമുട്ടാനായിട്ട് ഇടയായി. എത്രയോ പേര് ദൈവത്തിന് വേണ്ടി ഇങ്ങനെ ദാഹിക്കുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് രോഗികളെ വീടുകളിലൊക്കെ കിടക്കുന്നവരുണ്ട്, അവരുടെയൊക്കെ അടുക്കിലേക്ക് പോകുവാൻ ഒരു വലിയ ഒരു സന്മനസ് ഞങ്ങളിങ്ങനെ സ്വരൂപിച്ചെടുത്തു. അപ്പോൾ അങ്ങനെ അവരുടെ ഇടയിലേക്ക് ഇങ്ങനെ കടന്നു ചെല്ലുമ്പോൾ വചനോത്സവമൊക്കെ കൊടുക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ അതേപോലെ തന്നെ ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ ഒക്കെ ഭാഗമായിട്ട് അനേകം പഞ്ചായത്തുകളിൽ, വയനാട്ടിൽ തന്നെ ഞങ്ങൾ 6 പഞ്ചായത്തുകൾ ഞങ്ങളിങ്ങനെ സേവനത്തിന് വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ നേഴ്സുമാർ ചെയ്തു കൊടുക്കാനുള്ള ചെയ്യുന്നു, പിന്നെ വോളണ്ടിയേഴ്സായിട്ടുള്ളവരൊക്കെ വളരെ സ്നേഹപൂർവ്വം അവർക്ക് വേണ്ടതെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു. അപ്പോൾ രോഗിക്ക് മരുന്ന് മാത്രം പോരല്ലോ, സാന്ത്വനത്തിൻ്റെയൊക്കെ വാക്കുകൾ, അതേപോലെ അവരുടെ നിരാശ നിറഞ്ഞ അനുഭവങ്ങൾക്ക് വിട്ടുപോകാം നല്ല നല്ല കൗൺസിലിങ്ങും അങ്ങനെയൊക്കെ കൊടുത്തും അവരെ ആശ്വസിപ്പിച്ചും അവരുടെ മനസ്സിനെ കുളിർപ്പിച്ചും തലോടിയും അവർക്ക് ജീവിതത്തിൽ നല്ലൊരു പ്രത്യാശ കൊടുക്കുന്ന ഒരു പ്രവൃത്തിയിലേക്ക് ഏർപ്പെടുവാൻ ഒത്തിരി പേർക്ക് നല്ല മനസ്സിൻ്റെ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ പാകത്തിന് അവരെ ആക്കിയെടുക്കുവാൻ ഈ പ്രവർത്തനം വളരെയേറെ ഞങ്ങൾക്ക് സഹായിച്ചു. അതോടൊപ്പം തന്നെ നല്ല നല്ല വസ്ത്രങ്ങളെല്ലാം കൊണ്ടുപോയി കൊടുത്തും അത്തരത്തിൽ എന്തു വേണമോ അത് ആ രോഗിക്ക് വേണ്ടി അവരുടെ ആവശ്യ നേരത്ത് എല്ലാം ചെയ്തു കൊടുക്കുവാൻ ആവശ്യമായ അവസരം ഞങ്ങൾക്ക് ഒത്തു കിട്ടിയിട്ടുണ്ട്. മാനന്തവാടിയുടെ പ്രാന്തപ്രദേശങ്ങളിലുള്ള ആദിവാസി കുടിലുകളിൽ ഒറ്റപ്പെട്ടു കഴിയുന്ന മനുഷ്യജീവിതങ്ങളെ തേടിയെത്തുന്ന മനുഷ്യസ്നേഹികളായ പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തകരുടെ മുൻപന്തിയിൽ സിസ്റ്റർ സെലിനുമുണ്ട്. നിസ്സഹായരായ മനുഷ്യരെ സ്വന്തമായി കണ്ട് ശുശ്രൂഷിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞു കവിയുന്നതുകൊണ്ടാണ്. പ്രാഥമിക ആവശ്യങ്ങൾ പോലും സ്വയം നിറവേറ്റാൻ കഴിയാതെ ശോചനീയ അവസ്ഥയിൽ കുടിലുകളിൽ കഴിയുന്നവരെ തേടിയെത്തി അവർക്ക് വേണ്ട എല്ലാ ശുശ്രൂഷകളും സിസ്റ്ററിൻ്റെ നേതൃത്വത്തിൽ നൽകപ്പെടുന്നു. ഇത്തരം പ്രവർത്തനങ്ങളെ നെഞ്ചിലേറ്റി ധാരാളം വ്യക്തികളും ഇതിൽ പങ്കാളികളാകുന്നു. ആരോഗ്യ പ്രവർത്തകരുടെ മനസ്സു കുളിർപ്പിക്കുന്ന ഇത്തരം സേവനങ്ങൾ നമുക്കും മാതൃകയാക്കാവുന്നതാണ്. ഞാൻ പടിഞ്ഞാത്ര പഞ്ചായത്തിൻ്റെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിലെ കമ്മ്യൂണിറ്റി നേഴ്സാണ്. 2 PHCകളാണ് പടിഞ്ഞാത്ര പഞ്ചായത്തിലുള്ളത്. 265 പേഷ്യൻ്റ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ 48 പേഷ്യൻ്റ് പിന്നെ മന്ത്ലി ഹോം കെയർ വേണ്ട പേഷ്യൻ്റാണ്.
8 പേഷ്യൻ്റ് ബെഡ്ഡൺ ആണ്. അവർക്ക് ഞങ്ങൾ മാസത്തിൽ വന്ന് കണ്ട് സിസ്റ്റർ സെലിൻ്റെ സഹായത്തോടെ കൂടി ബാത്ത്, കട്ടിങ്, ഷേവിങ്, നഖം വെട്ടിക്കൊടുക്കുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. സിസ്റ്റർ സെലിൻ ഞങ്ങൾക്ക് ഉള്ളതുകൊണ്ട്, ഞങ്ങളുടെ കൂടെ വളണ്ടിയേഴ്സിൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഒത്തിരി ഞങ്ങൾക്ക് ഒരുപാട് സഹായമാണ്. പേഷ്യൻറ്റിന് ഒരുപാട് ഇഷ്ടമാണ്. സിസ്റ്റർ ഈ മാസം വന്നില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ച് മറ്റുള്ളവരോട് ചോദിക്കാറുണ്ട്. സിസ്റ്ററെ കണ്ടില്ലല്ലോ, അവരോട് വരാൻ പറയണേ എന്ന്. അതേപോലെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാറുണ്ട്. ഡ്രസ്സുകൾ സിസ്റ്റർ കളക്ട് ചെയ്ത് കൊണ്ട് കൊടുക്കാറുണ്ട്. ബെഡ്ഡൺ പേഷ്യൻ്റ് ഇത്രയധികം കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് സെലിൻ സിസ്റ്ററിൻ്റെ ഒരു സഹായം കൊണ്ട് മാത്രമാണ്. ഞങ്ങൾ വളണ്ടിയേഴ്സിനൊക്കെ ഒത്തിരി ഊർജ്ജം തരുന്നുണ്ട് സെലിൻ സിസ്റ്റർ ഈ പ്രവർത്തനങ്ങൾ. കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് വരാനൊക്കെ ഒരുപാട് സഹായമാണ് സിസ്റ്റർ പ്രവർത്തനങ്ങൾ. സിസ്റ്റർ വന്നു കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് ഒത്തിരി ഇഷ്ടമാണ് ഈ നഖം വെട്ടിക്കൊടുക്കുക, കുളിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സിസ്റ്റർ ചെയ്യാൻ വളരെ മുൻപന്തിയിൽ ഞങ്ങളുടെ കൂടെ ഒരു വലിയൊരു അനുഗ്രഹമാണ് സിസ്റ്റർ ഞങ്ങളുടെ കൂടെ ഉള്ളത്. സിസ്റ്ററിൻ്റെ ഈ ശുശ്രൂഷ മേഖലയിലേക്ക് മറ്റുള്ളവർ ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടോ സഹായവുമായിട്ട്? അനേകം പേര് കടന്നു വന്നിട്ടുണ്ട്. സഹായം എന്ന് പ്രതീക്ഷിക്കുന്നത് സാമ്പത്തികമാണോ അതോ വസ്ത്രം മറ്റേതങ്ങനെ ശുശ്രൂഷ രംഗത്തേക്ക് അനവധി പേര് കടന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു വലിയ ഇപ്പോൾ 19 വർഷമായിട്ട് ഏതാണ്ട് ഒരു 14 വർഷത്തോളമായി അനേകം അൽമായ സഹോദരങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ഡിവൈൻ സുവിശേഷ മുന്നണി എന്ന ഒരു കൂട്ടായ്മ. അപ്പോൾ എല്ലാ ദിവസവും ആശുപത്രിയിലെ രോഗികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ശുശ്രൂഷയുണ്ട്. അതിനുവേണ്ടി ഓരോരോ ഇടവകളെ കേന്ദ്രീകരിച്ചും വ്യക്തികൾ, ആൾക്കാർ ഇങ്ങനെ കടന്നു വരുന്നു. അനേകം പേർ ഒരു നിയോഗം, അവരുടെ ആവശ്യം എന്നത് നിയോഗങ്ങൾക്ക് വേണ്ടി സാമ്പത്തികമായിട്ട് രോഗികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുവാനുള്ള അവസരങ്ങളെല്ലാം ഇങ്ങനെ അങ്ങോട്ട് ചെയ്തു തരുന്നു. അവർ ഈ കൊടുത്തതിൻ്റെയൊക്കെ പേരിൽ അവർക്ക് ഒത്തിരി പ്രാർത്ഥന കിട്ടുന്നു. ഈ നിയോഗാർത്ഥം പൈസ തന്നെ അവരുടെയൊക്കെ ഉദ്ദിഷ്ട കാര്യങ്ങൾ തലസമയം സാധിച്ചു കിട്ടുകയും ചെയ്യുന്നു. അങ്ങനെ അൽമായരുടെ പ്രമുഖമായ നല്ലൊരു നേതൃനിര ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു. വളരെയേറെ 100-ൽ പരം അൽമായ സഹോദരങ്ങൾ ഒത്തു നിൽക്കുന്നുണ്ട്. സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, യുവജനങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള ഒത്തുനിന്നുകൊണ്ടുള്ള ഒരു കൂട്ടായ ഒരു സംഘാത പ്രവർത്തനമാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. സുവിശേഷ മുന്നണി പ്രവർത്തകരുടെ എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും പ്രചോദനമായത് സിസ്റ്റർ സെലിൻ തുടങ്ങിവെച്ച ആതുര സേവനമാണ്. മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുവാനും വസ്ത്രങ്ങൾ വിതരണം ചെയ്യുവാനും ഇന്നും സിസ്റ്ററോടൊപ്പം ഇവരുമുണ്ട്. യഥാർത്ഥ സുവിശേഷം ജീവിക്കുന്ന ഇവരിലൂടെ സാക്ഷ്യ ജീവിതത്തിൻ്റെ മാതൃക നാം കണ്ടുപഠിക്കേണ്ടതുണ്ട്. മാനന്തവാടിയിലെ ജില്ലാ ആശുപത്രിയുടെ മുക്കിലും മൂലയിലും ഇവരുടെ കണ്ണുകളുണ്ട്, പാദസ്പർശനങ്ങളുണ്ട്, കാരുണ്യത്തിൻ്റെ കരങ്ങളുണ്ട്. ഇവരോടൊപ്പം നമുക്കും പങ്കുചേരാം ദൈവരാജ്യത്തിനായി. സിസ്റ്റർ, ഈ ഹോസ്പിറ്റലിൽ ഇത്രയും ശുശ്രൂഷയൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി സാമ്പത്തിക ചെലവുണ്ടാവുമല്ലോ. ഇതെല്ലാം സമാഹരിക്കുന്നത് എങ്ങനെയാണ്? സാമ്പത്തിക മേഖലയെ തരണം ചെയ്യാൻ ഒരുപാട് വഴികൾ ദൈവം കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ സഭാ സമൂഹം, എൻ്റെ പ്രൊവിൻസ്, പ്രത്യേകിച്ച് പ്രൊവിൻഷ്യൽ ടീം, പ്രൊവിൻഷ്യാളമയും ടീം അംഗങ്ങളും നിർലോഭമായിട്ട് ഓരോ അവസരത്തിലും ഏതെല്ലാം തരത്തിൽ, പ്രത്യേകിച്ച് സോഷ്യൽ വർക്കിൻ്റെയൊക്കെ മേഖലകളിലൊക്കെ കിട്ടുന്ന ആ സഹായങ്ങൾ എനിക്ക് തരാറുണ്ട് ഈ രോഗികൾക്ക് വേണ്ടി. അതേപോലെ തന്നെ എവിടുന്നെങ്കിലൊക്കെ കിട്ടുന്ന സോപ്പുകൾ, ഡ്രസ്സുകൾ, നല്ല നല്ല എല്ലാ സംഭവങ്ങളും നമുക്കിങ്ങനെ തന്നിങ്ങനെ സഹായിക്കും. സാമ്പത്തികമായിട്ടും ആരെങ്കിലുമൊക്കെ കിട്ടുന്ന ഉപകാരികളൊക്കെ തരുന്ന കാര്യങ്ങളൊക്കെ തന്ന് ഈ ഒരു വേദിയിലേക്ക് നിർലോഭമായിട്ട് സഹായിക്കുവാൻ അവരുടെ സന്മനസ് എപ്പോഴും നമുക്ക് ഉണ്ടായിക്കൊണ്ടാണ് ഇരിക്കുന്നത്. മറ്റൊന്ന്, ടൗണിലൊക്കെ നല്ലവരായ ആൾക്കാർ, പഠിപ്പിച്ചിട്ടുള്ള കുട്ടികൾ, കഴിഞ്ഞു പോകുന്ന ജില്ല അധ്യാപകർ, ഇവരൊക്കെ നമുക്ക് ധാരാളമായിട്ട്, അതുപോലെ ഹോസ്പിറ്റലിലെ സ്റ്റാഫ്, അവരും ഇങ്ങനെ നമുക്ക് ഓരോരോ അവസരങ്ങളിൽ ഈ രോഗികൾക്ക് വേണ്ടതായ രീതിയിൽ സഹായിക്കുവാൻ നമ്മെ സഹായിക്കുന്നുണ്ട്. ഏറ്റവും ഉപരിയായിട്ട് മാനന്തവാടി രൂപത, പ്രത്യേകിച്ച് അഭിവന്യ പിതാവ് ഇങ്ങനെ പാസ്റ്ററൽ വിസിറ്റിനൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഓരോ സ്റ്റേഷനറി മെറ്റീരിയൽസൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ബിഷപ്പ് നിന്ന് ഇങ്ങനെ വിളിക്കും, ചാൻസലർ അച്ഛൻ വിളിക്കും. അപ്പോൾ അങ്ങനെ വിളിച്ചു വരുത്തി രോഗികൾക്ക് നമ്മൾ കേൾക്കേണ്ട താമസം ഒറ്റ വിടിയിൽ അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ അവിടെ നമുക്ക് വേണ്ടതെല്ലാം നിറയെ വാരി നമുക്ക് എത്രയോ അവസരങ്ങളിൽ വളരെ ഏറെ കാലം ഉപയോഗിക്കാൻ പറ്റിയ സാധനങ്ങൾ നമുക്ക് അവരുടെ കയ്യിൽ നിന്നും നമുക്ക് സഹായമായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ പിതാവൊക്കെ പറയുന്നതനുസരിച്ച് രൂപതയിലെ ചില ഇടവകകളിൽ നിന്നൊക്കെ ഓരോ വിധത്തിലും സഹായങ്ങൾ ഇടവക തലത്തിൽ സ്വരൂപിച്ച് നമുക്ക് തരാറുണ്ട്. ചില സ്കൂളുകൾ ഡ്രസ്സുകളും പൈസയും ഒക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് രോഗികളെ സഹായിക്കാൻ വേണ്ടി അതും ഇങ്ങനെ എത്തിച്ചു തരാറുണ്ട്. ഈ കാലഘട്ടത്തിൽ ഒത്തിരി അങ്ങനെ നമുക്ക് ആ മേഖലകളിൽ സഹായം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവിധ സാമ്പത്തിക മേഖല കവർ ചെയ്യുവാൻ
ഒക്കെ ഇല്ലാത്തപ്പോൾ നമ്മളങ്ങ് പ്രാർത്ഥിക്കും. ഒരു പ്രാവശ്യം പൈസ ഇങ്ങനെ ഒട്ടും കയ്യിലില്ല. ഞാൻ വണ്ടിയിലിരുന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസമായപ്പോഴേ മറ്റൊരാൾ എന്നെ വിളിച്ചു, സിസ്റ്റർ എവിടെയാണ് ഉള്ളത്, സിസ്റ്ററിന് ഇച്ചിരി പൈസ തരാനാണ്. അപ്പോൾ വിളിച്ച് എനിക്ക് കയ്യിൽ കിട്ടിയ പൈസ 5000 രൂപ ആ വ്യക്തി കയ്യിൽ എത്തിച്ചു തന്നു. അപ്പോൾ എപ്പം ഒരു കുറവ് വരുന്നോ അപ്പോൾ തന്നെ ആ വിടവ് നികത്തി തരുന്ന നല്ല ദൈവം താങ്ങായി തണൽ എപ്പോഴും കൂടെയുള്ളൊരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. സിസ്റ്റർക്ക് ഈ ശുശ്രൂഷ മേഖലയിൽ എന്തെങ്കിലും വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഉണ്ടോയെന്ന് ഇഷ്ടം പോലെ. വിജയം എന്നതുപോലെ തന്നെ പ്രോത്സാഹനം എന്നതുപോലെ തന്നെ വളരെ ശക്തമായിട്ട് തന്നെ എതിർപ്പുകൾ പല വിധത്തിലും ഉണ്ടായിട്ടുണ്ട്. എനിക്കെതിരെ പെറ്റീഷൻ വരെ കളക്ടറേറ്റിലും സൂപ്രണ്ടിൻ്റെ അടുക്കലൊക്കെ ഇങ്ങനെ വളരെയേറെ പോയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും എന്നെ മനസ്സിലാക്കുന്ന സിസ്റ്ററിൻ്റെ പ്രവർത്തനം കൃത്യമായിട്ട് വിലയിരുത്തുന്ന അവർ ഒരു വിധത്തിലും എനിക്കൊരു തെറ്റായിട്ടൊന്നും അവരാരും അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ അതും ഇതും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വേറെ തെറ്റായ രീതിയിലൊക്കെ ഞാൻ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വെല്ലുവിളികൾ. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരിക്കലും ഒരു പാവപ്പെട്ട രോഗിണി, അവർക്കിങ്ങനെ ഗർഭപാത്രത്തിന് അസുഖമായിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു. അവരെ ഞാനിങ്ങനെ സഹായിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ അവരുടെ ഈ മലിനമായ ശരീരം മുഴുവൻ ഇങ്ങനെ വൃത്തിയാക്കി, ദുർഗന്ധം വമിക്കുന്ന ആ ശരീരം വൃത്തിയാക്കി ഇങ്ങനെ കടന്നിരുന്നപ്പോൾ മറ്റൊരാൾ പരസ്യമായിട്ട് എന്നെ ആക്ഷേപിച്ചു. സിസ്റ്റർ ഇങ്ങനെ പൈസ ഉണ്ടാക്കാനുള്ള ഇടപാടാണെന്നെല്ലാം പറഞ്ഞ് എന്നെ വല്ലാതെ എന്നെ വെല്ലുവിളിച്ചു. എനിക്ക് വേദന തോന്നി. ഞാൻ പറഞ്ഞു, എന്നാൽ അവരെന്തെങ്കിലും ചെയ്തോട്ടെ, നിങ്ങളൊന്ന് നോക്കിക്കുക. മനസ്സിൽ അങ്ങനെ ഞാനങ്ങ് വിചാരം ഇട്ടിട്ട് എൻ്റെ വഴിക്ക് ഞാൻ പോയി. ഞാൻ എൻ്റെ ശുശ്രൂഷ കഴിഞ്ഞ് ഒരു 3 ദിവസത്തെ ഒരു പ്രോഗ്രാം അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. ഞാൻ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ബാഗ് ടൗണിൽ വെച്ചിട്ട് ഞാൻ നേരെ ഹോസ്പിറ്റലിൽ ചെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, മോളെ ആരും അന്ന് ആ വമ്പ് പറഞ്ഞവർ സഹായിക്കാൻ വന്നില്ലേ? ആരും വന്നില്ല സിസ്റ്ററെ. പക്ഷേ ഒരു സ്വപ്നം എനിക്കുണ്ടായി. ഞാനിങ്ങനെ ഉറങ്ങിക്കിടന്നപ്പോൾ ഞാൻ ശുശ്രൂഷ ചെയ്ത സ്ഥലത്ത് വെച്ച ഒരു സ്വപ്നം, അതായത് ക്രൂശിതനായ ഈശോ, വലിയൊരു ക്രൂശിത രൂപം, ഈശോ തൻ്റെ വലതുകരം കുരിശിൽ നിന്ന് എടുത്ത് ആ രോഗിയെ ഇങ്ങനെ താങ്ങി എടുത്തിരിക്കുന്ന ഒരു ചിത്രം എനിക്കുണ്ടായി. അപ്പോൾ അത് എനിക്ക് മനസ്സിലായി, ആ വ്യക്തി എത്രയധികം ഈശോ സ്നേഹിക്കുന്നുവെന്നും ഞാനത് ചെയ്യേണ്ടതാണെന്നുള്ള ഒരു ബോധ്യം എനിക്ക് അവിടെ വെച്ച് കിട്ടി. പിന്നെ തിരിച്ചു ചെന്ന് ഞാനൊന്നും പിന്നെ പറയാൻ നിന്നില്ല. ഞാൻ ആ രോഗാവസ്ഥയിൽ കിടക്കുന്ന ആ രോഗിയെ ഞാൻ നോക്കി. ഞാൻ പറഞ്ഞു, മോളെ ഞാൻ നിന്നെ ഒരിക്കലും, അവളെന്നോട് പറഞ്ഞു, സിസ്റ്റർ എന്നെ ഇട്ടിട്ട് പോകല്ലേ സിസ്റ്ററെ. ഞാൻ പറഞ്ഞു, മോളെ ഞാൻ ഇട്ടിട്ട് പോവുകയല്ല, ദൈവമുണ്ട്, ഞാനും മോളെ ഇട്ടിട്ട് പോവുകയല്ല. ഒരാഴ്ച നോക്കേണ്ടി വന്നുള്ളൂ. അവർ പിന്നെ നന്നായിട്ട് ശുശ്രൂഷ സ്വീകരിച്ച് അവസാനം സമാധാനത്തോടു കൂടി അന്ത്യശ്വാസം വലിക്കാനായിട്ട് ഇടയായി. അങ്ങനെ അനേകരെ സഹായിക്കുവാൻ ദൈവം എനിക്ക് കൃപ തന്നിട്ടുണ്ട്. സിസ്റ്റർ ഈ കാലയളവിൽ വ്യക്തിപരമായ സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ട എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ കെടുത്തി കളയുന്ന, നമ്മുടെ ആത്മവീര്യം കെടുത്തി കളയുന്ന ഒന്നാണല്ലോ രോഗം വരിക എന്നുള്ളത്. അപ്പം എപ്പോഴും വിശ്രമമില്ലാത്ത ശരീരം, അതിന് 2000 ഒരു വലിയ ശ്വാസം മുട്ടലുണ്ടായി. പെടലി മുഴുവനും വേദന വന്നു. 1 വർഷം ഞാൻ കോളർ ബെൽറ്റ് ഇട്ട് നടന്നു. ആ സമയത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ പൊന്നി ഈശോയെ, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഏൽപ്പിച്ച് നിർത്തി തരാമോ? ഞാൻ 4 പേരെ ഞാൻ പിടിച്ചു തരാം. അപ്പോൾ ഈശോയോട് ഇങ്ങനെ ഏതായാലും ഇട്ടുകൊണ്ട് നടന്നിരുന്ന പ്രാർത്ഥനയുടെ ഫലമായിട്ട് കോളർ ബെൽറ്റ് അത്ഭുതകരമായിട്ട് സുഖപ്പെടുത്തു. കഴുത്തിൻ്റെ വേദന കുറഞ്ഞു. അപ്പം ബെൽറ്റ് ഇടാതെ എനിക്ക് നടക്കാൻ ദൈവം എനിക്ക് കൃപ തന്നു. അങ്ങനെ ആ പ്രാർത്ഥന ഈശോ കേട്ടു. നമ്മൾ വീണ്ടും ശക്തിയോടുകൂടി മുന്നോട്ട് പോവുകയാണ്. കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിവ് 2006 സന്ധിവാതം ഉണ്ടായി. സന്ധിവാതം ഉണ്ടായിട്ട് 6 മാസം തോളം ഏതാണ്ട് കിടന്നു. എല്ലാ ജോയിൻസിനും പെയിനാണ്. ഒന്ന് പിടിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥ. അപ്പോൾ ഇങ്ങനെ എൻ്റെ മനസ്സ് ഡിമ്മായി തുടങ്ങി. പോകാൻ പറ്റുന്നില്ലല്ലോ, ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ഇരുപ്പായി. അപ്പോൾ വീണ്ടും ഈശോയോട് പ്രാർത്ഥിച്ചു. പഴയ പ്രാർത്ഥന, ഈശോയെ എങ്ങനെയെങ്കിലും ഇക്കുറി കൂടി ഒന്ന് ഏൽപ്പിച്ച് നിർത്തി തരുവാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പരിപാടി ഞാൻ ചെയ്തു തരാം. 4 പേരെ ഞാൻ പിടിച്ചു തരാം, റെഡി ആയിരിക്കും. അപ്പോൾ അതിനേക്കാളും ശക്തി കൂട്ടി അപ്പം മെല്ലെ രോഗാവസ്ഥയൊക്കെ പിന്നിട്ട് ഏതാണ്ട് 6 മാസത്തോളം അതൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നു. വീണ്ടും ഹോസ്പിറ്റലിലൊക്കെ പോകാൻ തുടങ്ങി. ശുശ്രൂഷകളിലും അങ്ങനെ ദൈവം വളരെയേറെ സഹായിച്ചു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് 2013 ഒരവസ്ഥ കടന്നു വന്നത്. ഒരു സ്ഥലത്ത് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചെറിയൊരു ശ്വാസം മുട്ടൽ സംഭവം കയറി മൂത്ത് ഇവിടെ വെച്ച് മിഷൻ ഹോസ്പിറ്റൽ വെച്ച് ആ രോഗാവസ്ഥ അതിനൊരു ശമനമൊന്നും കണ്ടില്ല. ഓക്സിജൻ കുറവാണെന്ന് ഡോക്ടർ പറയുന്നത് കേട്ടു. എന്തോ ഒരു ലെറ്റർ ഫിസിഷ്യൻ എഴുതുന്നത് കണ്ട് പ്രോൺഷ്യാളമ്മയും സിസ്റ്റേഴ്സ് അവിടെ ഇരിക്കുന്നത് എന്താ അവരോട് സ്വകാര്യമായിട്ട് പറയുന്നുമുണ്ട്. ഞാനത് ചിരിച്ചോണ്ടൊക്കെ നോക്കി കണ്ടു. ഓക്സിജൻ ഉള്ള വണ്ടിയിൽ എത്രയും വേഗം വണ്ടി പറപ്പിച്ച് മിംസി കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോഴങ്ങനെ എത്തിക്കഴിഞ്ഞപ്പോൾ ശ്വാസം മുട്ടലാണല്ലോ. കാരണം ഇങ്ങനെ ഒരു വാക്ക് പോലും പറയാൻ പറ്റാത്തൊരവസ്ഥ കടന്നുപോയി. 1 മാസത്തോളം ഇരുന്നു. അപ്പോൾ മിംസിലെ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് വന്നാലും 1 മാസം എവിടെയും പോകാനും പറ്റിയില്ല. അപ്പോൾ 1 മാസം ഇങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ഒരു തടങ്കൽ പാളയം പോലെ എനിക്ക് അനുഭവപ്പെട്ടു. അപ്പം എന്നാ ചെയ്യേണ്ടത്, വല്ലാത്തൊരു ഇരുട്ട് നിറഞ്ഞ ഒരവസ്ഥ. ഈശോയോട് പ്രാർത്ഥിച്ചു, ഈശോയെ ഇതിനെന്താ ഒരു വഴി, ഈ രോഗം അങ്ങനെ വരാനുള്ള കാരണം.
അപ്പോൾ പ്രാർത്ഥനയ്ക്ക് തൽക്ഷണം ഉത്തരം കിട്ടി. നീ ഇരിക്കേണ്ടിയിട്ട് നിന്നെ ഇരുത്തിയതാണെന്ന് സ്വർഗം അതിൻ്റെ മറുപടി തന്നു. അപ്പം ഞാൻ അത്ര സന്തോഷമൊന്നുമല്ല, എന്നാലും അങ്ങോട്ട് ഇരുന്നു. ഒരു മാസം കഴിഞ്ഞു, മനസ്സിൽ ഇരുട്ട് കയറി തുടങ്ങി. ഞാൻ പ്രാർത്ഥിച്ചു, ഈശോയെ ഞാൻ ഇരിക്കുകയൊക്കെ ചെയ്തു, എന്നാൽ ഇനി എങ്ങനെയെങ്കിലും ഒന്ന് ഏൽപ്പിച്ചൊന്ന് പുറത്ത് കൊണ്ടുവരാമോ? ഞാനേ 4 പേരെ ഞാൻ ഇനിയും 4 ചിലപ്പോൾ 40 പേരെ ഞാൻ പിടിച്ചു തരാം. ഈശോ എന്നെ ഒന്ന് സഹായിക്കണം കേട്ടോ. വീണ്ടും പ്രാർത്ഥന മുറുകി. അങ്ങനെ പിന്നെ വിശ്രമാവസ്ഥയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി മെല്ലെ മെല്ലെ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി. ഒരു അന്തിമ പോരാട്ടം എന്നതുപോലെ സർവ്വശക്തിയും എടുത്തുകൊണ്ടുള്ള ഒരു പോരാട്ടം എന്നതുപോലെയാണ് ഇപ്പോഴത്തെ പോക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ. ആയുസ്സും സമയവും മണിക്കൂറുകളും ഓരോ സെക്കൻഡും വളരെ വിലയേറിയതാണ്. നമ്മൾ ഇന്ന് കിടക്കുമോ എന്നാണ് നമുക്കൊന്നും പറയാൻ പറ്റും, നാളെക്കുറിച്ച് നമുക്ക് അറിയത്തുമില്ല. സിസ്റ്റർ, ആത്മാക്കളുടെ രക്ഷയ്ക്കായി സിസ്റ്റർ ചെയ്യുന്ന മറ്റ് ശുശ്രൂഷാ മേഖലകൾ ഏതൊക്കെയാണ്? മറ്റൊരു 26 വർഷമായി ഞാൻ ധ്യാന ഫീൽഡിലും കൂടിയാണ്. അതായത് വചന പ്രഘോഷണം. എങ്ങനെയാണ് ആത്മാക്കളെ രക്ഷിക്കാനുള്ള അദമ്യമായ ദാഹം കൊണ്ടുള്ള ഒരു ഓട്ടമായിരുന്നു. അപ്പോൾ മാനന്തവാടി സിയോൺ ടീമിൽ ദൈവം അതിനുള്ള കൃപകളൊക്കെ ഒരുക്കി തന്നു. എന്നെ ഈ ഒരവസ്ഥയിലേക്ക് എന്നെ വളർത്തിയത് മാനന്തവാടി രൂപതയിലെ ബഹുമാനപ്പെട്ട മേമനെ അച്ഛനാണ്. ഇൻ്റർസ്റ്റേറ്റ് തലങ്ങളിൽ അച്ഛൻ എന്നെ ധ്യാനത്തിന് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കുട്ടികളുടെ ധ്യാനങ്ങൾ, ഇടവക ധ്യാനങ്ങൾ ഓരോരോ ഇടങ്ങളിലും ദൈവം ഒരുക്കി തരുന്നുണ്ട്. മാനന്തവാടി സിയോൺ ടീമിൽ 8 വർഷത്തോളം ഞാൻ സേവനം ചെയ്തിരുന്നു. അതിനുശേഷം പുതുപ്പാടി, ഡിവൈൻ, പോട്ട ആശ്രമങ്ങളിൽ വിൻസെൻഷൻ വൈദികരുടെയൊക്കെ നേതൃത്വത്തിലുള്ള ഇടങ്ങളിൽ ശുശ്രൂഷ ചെയ്ത് ദൈവം എനിക്ക് വളരെയേറെ അവസരങ്ങൾ എനിക്ക് ഒരുക്കി തന്നിരുന്നു. ഇപ്പോൾ മാനന്തവാടിയിലുള്ള മക്കിയാട് ബെനഡിക്റ്റൻ ധ്യാന കേന്ദ്രത്തിലും ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം എനിക്ക് വളരെ വളരെ ഭാഗ്യം എനിക്ക് തന്നിട്ടുണ്ട്. എൻ്റെ ആഗ്രഹം എന്നതുപോലെ, സ്വർഗം എനിക്ക് തന്ന ആഗ്രഹം എന്നതുപോലെ എൻ്റെ ദൈവത്തോട് ചേർന്നുകൊണ്ട് യുദ്ധം ചെയ്യുവാൻ, ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടി അശ്രാന്തം പണിയെടുക്കുവാൻ എൻ്റെ നല്ല ദൈവം എനിക്ക് കൃപ തരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഉള്ളത് കൊണ്ടാണ് പ്രത്യേകിച്ച് ആദ്യ കുർബാനയുടെ ഒരു വലിയ മേഖല, പ്രത്യേകിച്ച് ആദ്യ കുർബാന സ്വീകരണത്തിന് കുട്ടികളെ ഏറ്റവും നന്നായിട്ട് ഒരുക്കി അവരുടെ ഹൃദയത്തിൽ വിശുദ്ധി നിറച്ച് വിശുദ്ധ കുർബാനയോടുള്ള ഭക്തി ഒരിക്കലും ഈശോ വിട്ടുപോകാതിരിക്കുവാൻ കൂദാശകളിലൂടെ വിശുദ്ധി നിറഞ്ഞ ജീവിതത്തിലൂടെ വിശുദ്ധരെ മറ്റൊരു വിശുദ്ധനും വിശുദ്ധയുമായി തീരുവാൻ വേണ്ടി, നിർമ്മലമായ ജീവിതത്തിൻ്റെ ഉടമകളായി മാറുന്നതിന് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി നല്ല നല്ല ട്രെയിനിങ് പ്രോഗ്രാമുകൾ, 3 ദിവസത്തെയൊക്കെ ധ്യാനങ്ങൾ, ഇതിലൂടെയെല്ലാം ഞങ്ങളിങ്ങനെ എപ്പോഴും ചെയ്തു കൊടുക്കുന്നുണ്ട്. കുഞ്ഞു ഹൃദയങ്ങളെ യേശുവിലേക്ക് അടുപ്പിക്കുവാൻ സിസ്റ്റർ സമയം കണ്ടെത്തിയപ്പോൾ യേശുവിനെ ഹൃദയത്തിലേറ്റുവാങ്ങുവാൻ ഇളം മനസ്സുകൾക്ക് സാധ്യതമായി. കുഞ്ഞുനാളിൽ തന്നെ ആത്മീയതയുടെ വിത്ത് കുഞ്ഞു മനസ്സുകളിൽ പാകിയതുകൊണ്ട് യേശുവിനായി ജീവിക്കുവാനും അതുവഴി വിജയപാതയിലൂടെ സഞ്ചരിക്കുവാനും ഇവർക്ക് കഴിയുന്നു. ആത്മരക്ഷ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നവർക്കാണ് യഥാർത്ഥ നന്മയിലേക്ക് മറ്റുള്ളവരെ നയിക്കുവാൻ സാധിക്കുകയുള്ളൂവെന്ന് കുഞ്ഞുങ്ങളുടെ സാക്ഷ്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ആദ്യ കുർബാനയുടെ ഭാഗമായി സിസ്റ്റർ ഞങ്ങൾക്കെടുത്ത ക്ലാസ്സുകൾ ഇപ്പോഴും മനസ്സിൽ പച്ചകടാതെ ജീവിക്കുന്ന അനുഭവങ്ങളായി നിലകൊള്ളുകയാണ്. പലപ്പോഴും സിസ്റ്റർ ഞങ്ങളുടെ ക്ലാസ്സുകളിൽ വന്നിരുന്നത് കുറേയധികം ചിത്രങ്ങളുമായിട്ടാണ്. ഈശോയുടെ രക്ഷാകര ചരിത്രവും വിശുദ്ധാത്മാക്കളുടെ ജീവചരിത്രവുമെല്ലാം ചിത്രങ്ങൾ കാണിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കഥകളിലൂടെ പറഞ്ഞു തന്ന് ജീവിതത്തിൽ ഹൃദിസ്ഥമാക്കി തന്ന സിസ്റ്ററിനെ വളരെ നന്ദിയോടുകൂടി അനുസ്മരിക്കുകയാണ്. ഭാഷാവരത്തോടെ പ്രാർത്ഥിക്കണമെങ്കിൽ എല്ലാവരെക്കാളും ഉറക്കെ പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ച സിസ്റ്റർ പ്രാർത്ഥനാ വേളകളിലൊക്കെ ഞങ്ങളെ ഉറക്കെ സ്തുതിപ്പിക്കുന്നതിന് വേണ്ടി കാണിച്ച ആ ആർജവത്തെ വളരെ സന്തോഷത്തോടെ ഇപ്പോഴും അനുസ്മരിക്കുന്നു. ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്നും വിശുദ്ധ ഡോൺ ബോസ്കോയുടെയും വിശുദ്ധ മരിയ ഗൊരേത്തിയുടെയും ഒക്കെ ജീവിതത്തെ എങ്ങനെ സ്വന്തമാക്കി തീർക്കണമെന്നും അവരെ പോലെ എങ്ങനെയൊരു വിശുദ്ധനായി മാറണമെന്നുമൊക്കെ എന്നെ പഠിപ്പിച്ചത് സിസ്റ്ററാണ്. ഈശോയുടെ രക്ഷാകര ചരിത്രത്തിലൂടെ കടന്നുപോയി അവിടുന്ന് സഹിച്ച പീഡകളും കുരിശുമരണവുമൊക്കെ വളരെ ഉൾക്കാഴ്ചയോടുകൂടി ഞങ്ങൾക്ക് പറഞ്ഞു തന്ന സിസ്റ്ററിന് നല്ലൊരു കുംഭസാന അനുഭവം ഞങ്ങൾക്ക് പ്രദാനം ചെയ്തു തരാൻ സാധിച്ചു. ആദ്യ കുർബാന ദിവസം ഞങ്ങൾക്ക് ലഭിച്ച ഈശോയുടെ അനുഭവം ഒരിക്കലും കെട്ടുപോകാതിരിക്കുവാൻ വേണ്ടി എല്ലാ ദിവസവും പള്ളിയിൽ പോകണമെന്ന് സിസ്റ്റർ അന്ന് പറഞ്ഞു തന്നത് ഇപ്പോൾ ഓർക്കുന്നു. ഒരു ദിവസവും മുടങ്ങാതെ അന്നു മുതൽ പള്ളിയിൽ പോകുവാൻ എനിക്ക് സാധിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രധാന കാരണവും സിസ്റ്ററിൻ്റെ ഈ സ്നേഹത്തോടെയുള്ള കരുതലായിരുന്നു. പിന്നീട് ദേവാലയത്തിൻ്റെ ഗായക സംഘത്തിലും അൾത്താര ശുശ്രൂഷികളുടെ സംഘത്തിലുമൊക്കെ ചേരുവാനും എനിക്ക് പ്രചോദനമായത് സിസ്റ്ററാണ്. തുടർന്ന് മത്സരങ്ങളിലുണ്ടായ എൻ്റെ പല വിജയങ്ങളും
ഈശോയ്ക്ക് സമർപ്പിക്കണമെന്ന് എന്നെ പറഞ്ഞ് പഠിപ്പിച്ചതും സിസ്റ്റർ തന്നെയാണ്. ആ സമർപ്പണത്തിൻ്റെ ഫലമായി എനിക്ക് ലഭിച്ച വിജയങ്ങൾ ഒട്ടനവധിയായിരുന്നു. ഭാവിയിൽ ഏതൊരു ജീവിതാവസ്ഥയിലായാലും ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് മറ്റോരോ രോഗിയിലും വഴിയിൽ കിടക്കുന്ന പാവപ്പെട്ടവനിലും ഈശോയുടെ മുഖം ദർശിക്കണം എന്ന് എന്നെ പഠിപ്പിച്ചത് സിസ്റ്ററാണ്. ആദ്യ കുർബാന ക്ലാസ്സുകളിൽ അന്നെനിക്ക് പകർന്നു നൽകിയ ജീവിത ചൈതന്യം ഇപ്പോഴും തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കുന്നതിൻ്റെ പ്രധാന കാരണവും സിസ്റ്റർ തന്നെയാണ്. ദൈവത്തിൻ്റെ അംഗീകാരം മനുഷ്യകരങ്ങളിലൂടെ അവാർഡുകളായി സിസ്റ്ററിനെ തേടിയെത്തി. സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ളവരുടെ ഹൃദയങ്ങളെ തൊട്ടുണർത്തുവാൻ സിസ്റ്റർ സെലിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചതുകൊണ്ടാണ് മാധ്യമരംഗത്തും സിസ്റ്റർ ശ്രദ്ധ പിടിച്ചുപറ്റിയത്. ലോകത്തിൻ്റെ ആദരവുകൾക്കും അംഗീകാരങ്ങൾക്കുമപ്പുറം ദിവ്യകാരുണ്യത്തിൽ നിന്നും ശക്തി സംഭരിച്ച് ദിവ്യകാരുണ്യ ആരാധന സഭയുടെ ചൈതന്യത്തിൽ സഭാ സമൂഹത്തോടൊപ്പം തീക്ഷ്ണതയോടെ സിസ്റ്റർ നയിക്കുന്ന പ്രവർത്തനങ്ങൾ ദൈവത്തിൻ്റെ വിളിയോട് സഹകരിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളിലും ചലനങ്ങളുണ്ടാക്കട്ടെ. ദിവ്യകാരുണ്യ ആരാധനയിൽ നിന്ന് ശക്തി സംഭരിച്ചിട്ടാണല്ലോ സിസ്റ്റർ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. പുതിയ തലമുറയിലെ കുട്ടികളോട് അല്ലെങ്കിൽ യുവജനങ്ങളോട് സിസ്റ്റർക്ക് എന്താണ് ഒരു സന്ദേശം നൽകാനുള്ളത്? പുതുതലമുറയോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇതാണ്. ദൈവവിളി, ഞാൻ അന്ന വ്യക്തി ദൈവവിളി സ്വീകരിച്ചത് 15-16 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഒരു കോൺവെൻറ്റിലേക്ക് ഞാൻ കടന്നു വരുന്നത്. ഈശോയ്ക്ക് വേണ്ടി ഈശോ നമ്മൾ വിളിക്കുന്നുവെന്ന് ഉള്ളിൽ ബോധ്യമുണ്ടെങ്കിൽ ഒരിക്കലും നാളെ എന്നൊരിക്കലും ഇങ്ങനെ വെക്കരുത്. അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയട്ടെ, പഠിപ്പൊക്കെ കഴിയട്ടെ, ലോകം മുഴുവൻ ചുറ്റിയടിച്ച് കുറേ ജോലിയൊക്കെ ചെയ്യട്ടെ, അങ്ങനെയല്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറിയ പങ്ക് കടന്നു പോവുകയാണ്. എത്ര നേരത്തെ ദൈവീക വേദിയിലേക്ക് ഈശോയ്ക്ക് വേണ്ടി കടന്നു വരാൻ പറ്റുമോ അത്രയും നേരത്തെ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല ഭാഗം ചുറുചുറുക്കോടെ നമുക്ക് ജീവിക്കാനായിട്ട് നമുക്ക് പറ്റും. അങ്ങനെ ഒരുപാട് പേരെ നമുക്ക് നല്ലൊരു ഈശോ ജീവിതം ഈശോ നമുക്ക് തരികയും ചെയ്യും. ദൈവത്തോട് ചേർന്നുള്ള നല്ലൊരു പദയാത്ര ദൈവം നമുക്ക് തരികയും ചെയ്യും. ഒരുപാട് ആത്മാക്കളുടെ രക്ഷ നമുക്ക് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ജീവിതത്തിൻ്റെ സുഗന്ധവും വസന്തവും ഈശോയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ എല്ലാ യുവജനങ്ങളും തയ്യാറാകണം എന്നുള്ളതാണ്. കാരണം എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു, എത്രയും നേരത്തെ ഒരിക്കലും ദൈവവിളി എന്ന ആ ശ്രേഷ്ഠമായ വിളി, ആ ദാനം ദൂരെ കളയാതെ ദൈവം വിളിക്കുന്നെന്ന് ബോധ്യം കിട്ടിയാൽ എത്രയും വേഗം ഈശോയിലേക്ക് അടുത്തു വരിക, ഈശോയ്ക്ക് വേണ്ടി ധീരമായി പുറപ്പെടുവാൻ, ധീരരായ കൊച്ചു മിഷണറിമാരായിട്ട് മാറുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈശോയുടെ ചോദ്യത്തിന് അല്ലെങ്കിൽ ഈശോയുടെ വിളിക്ക് ഉത്തരം കൊടുക്കുക, ഈശോയെ പിൻചെല്ലുക. സ്വർഗീയമായിട്ടുള്ള അനുഭവം നമ്മളെ കാത്തിരിക്കുന്നു. സിസ്റ്റർ, ആഗോളസഭ ഇപ്പോൾ സമർപ്പിത വർഷമായിട്ട് ആചരിക്കുകയാണല്ലോ. ഈ കാലയളവിൽ ചുറുചുറുക്കോടുകൂടി ഒരു സന്യാസ ജീവിതം പല രീതികളിൽ സുവിശേഷ പ്രഘോഷണം നടത്തി ഒത്തിരി അനുഭവ സമ്പത്തുള്ള തീക്ഷ്ണമതിയായിട്ടുള്ള ഒരു സിസ്റ്റർ എന്ന നിലയിൽ ആധുനിക തലമുറയിലുള്ള സമർപ്പിതരോട് സിസ്റ്റർക്ക് എന്താണ് സന്ദേശം പറയാനുള്ളത്? സമർപ്പിതരെ സംബന്ധിച്ചിടത്തോളം അവർ തിരുസഭയുടെ ഹൃദയമാണ്. തങ്ങളുടെ ചോരയും നീരും സഭയ്ക്കു വേണ്ടി, സഭാഗാത്രത്തിനു വേണ്ടി ഉപയോഗിക്കുമ്പോൾ സ്വർഗം മഹത്വപ്പെടുകയാണ്. എണ്ണമറ്റ ആത്മാക്കൾ നാശത്തിൻ്റെ വഴിയെ ചരിക്കുമ്പോൾ അവരെ സ്നേഹിക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരെ രക്ഷയുടെ വഴിയിലേക്ക് നയിക്കുവാൻ സമർപ്പിതർക്കാണ് ഏറ്റവും കൂടുതൽ ആവുന്നത്. ഒരു വ്യക്തിക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത അനേകം വഴികളുണ്ട്. അതിലേക്കെല്ലാം നിർലോഭം കടന്നു ചെന്ന് തങ്ങളുടെ മുഴുവൻ സമയവും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടി അധ്വാനിക്കുവാൻ സമർപ്പിതർക്ക് സാധ്യമാവും. അനേക വിധത്തിലുള്ള സന്യാസ സമൂഹങ്ങൾ, പ്രത്യേകിച്ച് 7.5 ലക്ഷം സമർപ്പിതർ ഇന്ന് ലോകത്തിലുണ്ട്. അവർ ഒത്തുചേർന്ന് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ഓരോ സഭാ സമൂഹവും തങ്ങളുടെ കാര്യസം കൃത്യമായിട്ട് ജീവിച്ചു കഴിയുമ്പോൾ അതിലൂടെ ദൈവം മഹത്വപ്പെടുന്ന ഒരുപാട് ആത്മാക്കളെ രക്ഷിക്കുവാൻ അതിൽ കൂടി നമുക്ക് സാധ്യമാവുകയും ചെയ്യും. ഈ ഭൂമിയിൽ തന്നെ ഭൗമിക പറുദീസ സമാഗതമാവുകയും ചെയ്യും. അങ്ങനെ എല്ലാവരും എല്ലായിടത്തും അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ല ഒരു പൊൻപുലരി ഉദയം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് പ്രത്യാശിക്കാം, പ്രാർത്ഥിക്കാം. ദൈവമഹത്വവും ആത്മരക്ഷയും ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു സിസ്റ്ററായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ഒട്ടും മാറ്റം വരുത്താതെ ഒത്തിരി ആത്മാക്കളെ രക്ഷിക്കുവാൻ വേണ്ടി വേറിട്ട രീതിയിൽ സുവിശേഷ പ്രഘോഷണം നടത്തിയ സിസ്റ്റർ സെലിനാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. സിസ്റ്ററിൻ്റെ ജീവിതം നമുക്ക് ഒത്തിരി പ്രചോദനമാകട്ടെ. ഇത്രയേറെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്കായി പങ്കുവച്ച സിസ്റ്റർക്ക് നന്ദി.